ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. മിനി വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഞായറാഴ്ച അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിക്കുകയാണ്. അപ്പം കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതാ ചെറുതുരുത്തി ഭാരതപ്പുഴയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കണത്. അപ്പം എൻ്റെ സ്പെഷ്യൽ ഫ്രണ്ടാണ് കേട്ടോ. സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ +1 മുതലേ എൻ്റെ ഇപ്പോൾ ഉള്ള എൻ്റെ ചെങ്കിടിപ്പായ ഫ്രണ്ടാണ്. അപ്പം അവളുടെ പേര് ഹഫ്സത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് സ്പോട്ടാണ് ഈ ഭാരതപ്പുഴയും ഈ പാലം എന്നൊക്കെ പറയുന്നത്. ഞങ്ങളുടെ നൊസ്റ്റാൾജിക് പ്ലേസ് ആണ് കേട്ടോ. അപ്പം ഞാനും അയാനും കൂടിയിട്ട് സ്കൂട്ടിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഭാരതപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിലെത്തിയപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ടോ. അപ്പം നിർത്തിയിട്ട് ഞാൻ അവൾക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എത്താറായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വന്നിട്ട് എത്തേണ്ടത് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്നാൽ പുഴയുടെ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ചോട്ടിൽ സ്കൂട്ടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവളടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യാനാണെങ്കിൽ ഭയങ്കര തിരക്കാട്ടോ പുഴയിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ പുഴയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആകാശത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പക്ഷികളൊക്കെ പറക്കുന്നത് കാണാൻ തന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. നല്ല കാറ്റും ഇതുപോലത്തെ കാഴ്ചകളും. അതിനോടാണെങ്കിൽ പുഴ കണ്ടപ്പോൾ പിന്നെ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ചിന്തയിലായിരുന്നു കേട്ടോ. പിന്നെ ടൈം ആണെങ്കിൽ ഇപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ട്. അപ്പം 6 മണിയാകുമ്പോഴത്തേന് നമുക്ക് ഇവിടുന്ന് പോവും വേണം. അപ്പം അവളെ മീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാണെങ്കിൽ ടൈം ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ഒരു ഇങ്ങനെ വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, അവൾ വരണവരെ ജസ്റ്റ് ഒന്നിങ്ങനെ കാല് നനയ്ക്കണ രീതിക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നുള്ളൊരു രീതിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം പുഴയുടെ ഈ തുടക്കത്തിലൊന്നും തീരെ ആഴല്ല കേട്ടോ. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നിങ്ങനെ കളിക്കുക. പിന്നെ കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പുഴയുടെ ആഴം എന്ന് പറയുന്നത് അൺപ്രെഡിക്റ്റബിൾ ആണ്. കാരണം നമുക്ക് തോന്നും വലിയ ആഴമൊന്നുമില്ലാന്ന്. പക്ഷെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാവും താഴ്ചയ്ക്ക് പോവുക. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെങ്ങനെ ഒറ്റയ്ക്ക് വിടാനും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പം അവനാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ പോയോണ്ടിരിക്കണ ഒരു ടെൻഡൻസിയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവനെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നു. അറ്റത്തേക്കൊന്നും പോകണ്ട, അവിടെ എവിടെയും നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാ. മോൻക്കാണെങ്കിൽ പിന്നെ വെള്ളം കണ്ട എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ഒരു ഐഡിയ അല്ല കേട്ടോ. അവനക്ക് അത്ര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനുള്ളത്. അപ്പോൾ മാക്സിമം അവനെ കൺട്രോൾ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൺഡേ അല്ലേ, അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല ഏരിയ ഉള്ള കാരണം നമുക്കിങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത സൈഡിൽ നിന്ന് കളിക്കാം. അപ്പോൾ അതവിടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് വേറൊരു പാലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു പാലമുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഹഫ്സത്ത് വരണതും കാത്തിരിക്കായിരുന്നു. അപ്പം അവൾ പാലത്തിൻ്റെ അവിടെ എത്തിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കണ സ്പോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവളോട് സ്കൂട്ടി നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരികയാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളങ്ങനെ എപ്പോഴെപ്പോഴും മീറ്റ് ചെയ്യാറില്ല. വർഷത്തിൽ 1-2 വട്ടം മാത്രമേ മീറ്റ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്തത് ഒരു വ്ളോഗായിട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു അത്. അതിനുശേഷം പിന്നെ എപ്പോഴാണ് ഞങ്ങൾ മീറ്റ് ചെയ്യണത്. അങ്ങനെ ഹഫ്സത്ത് വന്നിട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഞങ്ങൾ ഒന്നില്ലെങ്കിൽ ഭാരതപ്പുഴയുടെ സൈഡിലോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിലൊക്കെ കേട്ടോ കൂടുതൽ മീറ്റ് ചെയ്യുക. പിന്നെ അവിടെ വന്നിട്ട് പിന്നെ എന്തെങ്കിലും ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പിരിഞ്ഞു വരാണ് ചെയ്യാറുള്ളത്. ഞങ്ങൾ മീറ്റ് ചെയ്യണതിന് അത്ര വലിയ പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. കുറേ കാലം കൂടുമ്പോൾ നമുക്കൊന്നും കാണാൻ തോന്നില്ലേ. അപ്പോൾ പിന്നെ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരും, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയിട്ടുണ്ട്. പക്ഷേ അവൾ അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല. അവൾ കേരളത്തിന് പുറത്താണ് കേട്ടോ. അപ്പം അവളും ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ മീറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്ത വ്ളോഗിൽ അവളുണ്ട് കേട്ടോ. അപ്പം ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ സബ്സ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ കാണുന്നുള്ളവർക്കൊക്കെ കയറി കാണാം കേട്ടോ. അവൾ വന്ന ശേഷം ഞാനും അയാനും വെള്ളത്തിലിറങ്ങി. അയാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹഫ്സത്തിനാണെങ്കിൽ പുഴയിൽ ഇറങ്ങാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഞാനാണെങ്കിൽ അയാൻ്റെ ഒപ്പം നിൽക്കാണ്ട് എനിക്ക് അവൻ ഒറ്റയ്ക്ക് വിടാനും ഒരു പേടി. അതുകൊണ്ട് ഞാൻ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും കയറിയിട്ടോ. ഇപ്പോൾ ഒരു 6 മണി ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ പോണ സമയത്താണ് ഇവിടെ ഇങ്ങനെ തിരക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഏതെങ്കിലും കയറിയിട്ട് നമുക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. ഇവിടെ പുഴയുടെ സൈഡിലായിട്ട് ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അയാനോട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ പാർക്കിൽ കയറണം വെച്ചപ്പോൾ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മുടെ ഷൊർണൂരിലുള്ള ഫേമസ് ആയിട്ടുള്ള ഷാലിമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൻ്റെ ബാക്കിലൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം അവിടേക്കാണ് കയറിയത്. ഏത് റെസ്റ്റോറൻറ്റ് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തില്ല. ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹഫ്സത്തും എൻ്റെ മോനും കൂടിയിട്ട് ചോക്ലേറ്റ് ഷേക്കാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു പുതിയ ഐറ്റമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊൽക്കട്ട റോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയിൽ ഒരു റോളാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട്, പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ സാധാരണ കഴിക്കണ പോലെ എല്ലാ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, അയാൻക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മളെപ്പോൾ കണ്ടുമുട്ടിയാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ കഴിച്ചിട്ടേ മടങ്ങാറുള്ളൂ. അപ്പം അയാൾക്ക് ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പം അവനക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അവനക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. നേരാണെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോയത് കേട്ടോ. നെക്സ്റ്റ് വ്ളോഗായിട്ട് വീണ്ടും കണ്ടുട്ടാ.